ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ അരിപ്പുട്ട് അധികം ഉണ്ടാക്കാറില്ല, കാരണം അരിപ്പൊടിയുടെ കാര്യം കൊണ്ട്. ഇതിപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച അരിപ്പൊടിയാണ്. അതുകൊണ്ട് എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പുട്ടുണ്ടാക്കുമ്പോൾ. അപ്പോൾ പുട്ടിന് വേണ്ടി ഞാൻ ഇവിടെ പിള്ളേർക്കൊക്കെ തേങ്ങ കുറച്ച് മതി. അപ്പോൾ ഞാൻ പുട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചായ റെഡിയായിരുന്നു. പിന്നെ ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഓരോരുത്തർക്ക് നല്ല ചൂട് പുട്ടെടുത്ത് കൊടുക്കട്ടെ. ഹസ്ബൻഡിനാണെങ്കിൽ രണ്ട് സൈഡിലും നടുക്കും തേങ്ങ വേണം, പഴമൊന്നും വേണമെന്നില്ല. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ വേണമെന്നില്ല. കൊച്ചവൻ വേണ്ടെന്നും പറഞ്ഞ് നിന്ന് പിന്നെ നിർബന്ധിച്ച് പഞ്ചാരയും പഴമൊക്കെ ഇട്ട് ഇളക്കി കൊടുത്ത ഉടനെ പിന്നെ അവനങ്ങ് കഴിച്ചു. അപ്പോൾ രാവിലത്തെ എല്ലാവരുടെയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാതാവറി ടേബിളൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ എല്ലാം എത്ര സൂക്ഷിച്ച് സ്പൂണിലൊക്കെ എടുത്തിട്ടാലും ഇവിടെ എല്ലാം അതിൻ്റെ പൊടിയായിരിക്കും. അപ്പോൾ അതെല്ലാം ടേബിളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ വെച്ചതും ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ പിന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് അതിലിരിക്കുന്നത് ഞാൻ നേരത്തെ ഇച്ചിരി നെല്ലിക്ക ഉണക്കിയായിരുന്നു. അപ്പോൾ ആ ഉണങ്ങിയ നെല്ലിക്ക ഇട്ട് വെള്ളം ഒന്ന് കുടിക്കാനായിട്ട് അനത്താൻ വെച്ചതാണ്. ഒത്തിരി നാളായി ഇത് ഉണക്കി വെച്ചിട്ട്. അപ്പം പിന്നെ ഒരു മീൻകറിയാണ് വെക്കുന്നത്. അതിനായിട്ട് ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളൊരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൻ്റെയൊക്കെ പച്ചമണം പോയെണ്ണ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പുളിവെള്ളവും ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വട്ടെ. അരപ്പൊക്കെ തിളച്ച് വന്നോണ്ട് ഞാൻ മീൻ പറക്കിയിട്ട്, അപ്പോൾ അച്ചാറിനെടുത്ത മീനിൻ്റെ ബാക്കി കുറച്ച് മുള്ളും പീസും അങ്ങനെയൊക്കെ ഉള്ളത് അതാണിന്ന് കറി വെക്കുന്നത്. ഒരു 8-9 കിലോയുടെ മീൻ വാങ്ങിച്ചതാണ്. അതിലെനിക്ക് കുറച്ചേ അച്ചാർ ഉണ്ടാക്കാനായിട്ട് കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ തലയും ഇതൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇന്നെല്ലാം ചെയ്ത് തീർക്കണം. മീനച്ചാർ ഇടാനായിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ പറക്കിയൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഞാൻ ഇച്ചിരി തൈര് ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് ഇപ്പം മോരുകറിയും റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് വറ്റി വന്നായിരുന്നു. അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമാണ് ഞാൻ അച്ചാർ പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ലാസ്റ്റിലിപ്പം വറുത്ത മീനൊക്കെ ഞാൻ വറുത്ത് കോരി എടുത്ത് വെച്ചായിരുന്നു. എല്ലാം റെഡിയായി. ഇനിയിപ്പം മീനോട് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിറ്റേന്നാകുമ്പോഴത്തേക്കിനും ഇത് നന്നായി എല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ആർക്കെങ്കിലും അച്ചാറുകൾ വേണമെങ്കിൽ ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ ഇടയിൽ ഞാൻ കമൻറ്റിൽ വാട്സപ്പ് നമ്പർ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.